നമസ്കാരം. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സ്മിത ഹരിദാസ്. ആറ്റംസ് എന്ന 12ാം അധ്യായത്തിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ബോർ മോഡൽ ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം, ഡി ബ്രോളീസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോർസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ, ഇവയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ. നോട്ട്സ് വിശദീകരിക്കുമ്പോൾ വീഡിയോ ക്വാളിറ്റി 720 പിക്സൽ ആക്കിയിടണം. അതുപോലെ ഫുൾ സ്ക്രീനായി കാണാനും ശ്രദ്ധിക്കണം. ആറ്റംസ് എന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷനിലേക്ക് കടക്കുന്നു. വ്യത്യസ്തമായ മൂലകങ്ങളുടെ അഥവാ എലിമെൻറ്റുകളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കുമെന്ന് നമുക്കറിവുള്ള കാര്യമാണ്. 1897 ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ജെ തോംസൺ കണ്ടെത്തി. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കണമെങ്കിൽ അതിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ സാന്നിധ്യവും ഉണ്ടാകണമെന്ന അറിവിലേക്ക് പഠനങ്ങൾ നയിക്കപ്പെട്ടു. According to J. Thomson, negative charge is uniformly distributed to the entire volume of the atom. തണ്ണിമത്തനിൽ വിത്തുകൾ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം സങ്കല്പിച്ചത്. ജെ തോംസന്റെ പ്രസ്തുത ആറ്റം മോഡലിനെ പറയുന്ന പേര് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ്. പ്രോട്ടോൺ കണ്ടെത്തിയ നോബൽ സമ്മാനിതനായ മഹാനായ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റദർഫോർഡ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ജീജറും മാസ്ഡനും കൂടി ആറ്റം മോഡലിനെ കുറിച്ച് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനുകൾ നൽകിയിട്ടുണ്ട്. ഹാൻസ് ജീജറും മാസ്ഡനും ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് നടത്തി ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചതോടുകൂടി ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ നിരാകരിക്കപ്പെട്ടു. പക്ഷേ റദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിനും പല ന്യൂനതകളും ഉണ്ടായിരുന്നു. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി, ലൈൻ സ്പെക്ട്ര എങ്ങനെ ഉണ്ടാവുന്നു, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ റദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ദി ആറ്റം പരാജയപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ഓടിച്ചൊന്ന് പറഞ്ഞു തരാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇലക്ട്രോൺസ് കണ്ടെത്തിയ ജെ തോംസന്റെയും പ്രോട്ടോൺസ് കണ്ടെത്തിയ ഏണസ്റ്റ് റദർഫോർഡിന്റെയും അദ്ദേഹത്തോടൊപ്പം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തി ന്യൂക്ലിയസിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഹാൻസ് ജീജറിന്റെയും മാസ്ഡന്റെയും ചിത്രങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കാണുക. റദർഫോർഡിന്റെ ആറ്റം മോഡലിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. റദർഫോർഡിന്റെ ആറ്റം മോഡലിൽ നിന്നാണ് നീൽസ് ബോർ അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും പെർമിറ്റഡ് ഓർബിറ്റ്സിൽ അഥവാ സ്റ്റേഷനറി ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യുകയാണെന്ന് അദ്ദേഹം സങ്കല്പിച്ചു. ഈ ഓർബിറ്റൽ മോഷൻസ് പരിഗണിക്കുമ്പോൾ ഇലക്ട്രോൺസിനെ നോൺ റേഡിയേറ്റീവ് ആണെന്നാണ് കണക്കാക്കിയത്. അങ്ങനെ അദ്ദേഹത്തിന് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റംസ് വിശദീകരിക്കാൻ സാധിച്ചു. ക്വാണ്ടം തിയറി അനുവർത്തിച്ചുകൊണ്ടാണ് ബോർ മോഡൽ ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഓഫ് ബോർ മോഡൽ ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെയാണ്: ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും
സർക്കുലർ ഓർബിറ്റുകളിൽ, സ്റ്റേഷനറി സർക്കുലർ ഓർബിറ്റുകളിലാണ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേഷനറി സർക്കുലർ ഓർബിറ്റുകൾ നോൺ റേഡിയേറ്റിംഗ് ആണ്. നോൺ റേഡിയേറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇലക്ട്രോൺസ് റേഡിയേറ്റിംഗ് ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കറങ്ങി കറങ്ങി എനർജി കുറഞ്ഞ് അവസാനം ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും. വാസ്തവത്തിൽ അത് ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കാൻ സാധിക്കുകയില്ല. നോൺ റേഡിയേറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി വിശദീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സോ electrons are revolving around the positively charged nucleus in certain definite circular orbits called stationary orbits. These stationary orbits are non-radiating. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത് ആംഗുലർ മൊമെന്റത്തെ സംബന്ധിച്ചാണ്. ആംഗുലർ മൊമെന്റം എന്നുള്ളത് h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. The angular momentum L of an orbiting electron is quantized L equal to nh/2π. Okay, n equal to 1, 2, 3 etc. Principal quantum number. h/2π ല് h എന്നുള്ളത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. Okay. Third postulate of Bohr model of the hydrogen atom, Bohr's frequency condition എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒരു ഹൈ എനർജി സ്റ്റേറ്റിൽ നിന്നും ലോ എനർജി സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും അതിന്റെ ഫ്രീക്വൻസി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് തേർഡ് പോസ്റ്റ്ലേറ്റ് ഉള്ളത്. ഇലക്ട്രോൺസ് റേഡിയേറ്റ് എനർജി whenever it jumps from a higher energy orbit to a lower energy orbit. ഇവിടെ ഹൈ എനർജി ഓർബിറ്റ് EI എന്ന് കൊടുത്തിരിക്കുന്നു, ലോ എനർജി സ്റ്റേബിൾ ഓർബിറ്റ് EF എന്ന് കൊടുത്തിരിക്കുന്നു. EIയിൽ നിന്നും EFിലേക്കാണ് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നത്. ആ സമയത്ത് ഡിഫറൻസ് ഇൻ എനർജി hν ആയിരിക്കും റേഡിയേറ്റ് ചെയ്യപ്പെടുക. ആ hν എന്ന് പറയുന്നത് EI - EF ആയിരിക്കും. hν കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു EI - EF ഡിവൈഡഡ് ബൈ h ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ദി ജമ്പിംഗ് ഇലക്ട്രോൺ can be found out using this equation nu equal to EI - EF divided by h. Velocity of electron and Bohr radius എങ്ങനെ വിശദീകരിക്കാമെന്ന് നോക്കാം. According to angular momentum quantization condition for the nth orbit electron, angular momentum L equal to mvn Rn equal to nh/2π. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് angular momentum quantization. ആംഗുലർ മൊമെന്റം L equal to nh/2π എന്നുള്ളത്. m മാസുള്ള പാർട്ടിക്കിൾ v വെലോസിറ്റിയിൽ r റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിൽ പോവുകയാണെങ്കിൽ അതിന്റെ ആംഗുലർ മൊമെന്റം mvr ആയിരിക്കും. ഇവിടെ nth ഓർബിറ്റ് ഇലക്ട്രോൺ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് mvn Rn എന്ന് കൊടുക്കാം. മാസ് ഓഫ് ദി ഇലക്ട്രോണിന് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. n എന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സർക്കുലർ ഓർബിറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂളം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് ആൻഡ് ദി നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺ ആയിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ കൂളം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഗിവൺ ബൈ 1/4πε0 e²/Rn². ഇവിടെ E² എന്നെടുക്കാൻ കാരണം ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് E എന്നെടുക്കാം. സോ 1/4πε0 q1 q2/r² എന്ന് വരുന്നത് 1/4πε0 u²/Rn² എന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, n എന്താണെന്ന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി സിംപ്ലിഫിക്കേഷൻസ് ആണ് കൊടുക്കാനുള്ളത്. LHSലെ Rnഉം RHSലെ Rn² ക്യാൻസൽ ആയി പോയിട്ട് RHSൽ ഒരു Rn ആണ് വരുന്നത്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും LHSല് mvn² Rn എന്ന് വരും. mvn² Rnനെ vn × mvn Rn എന്ന് കൊടുക്കാം.
അതെന്തിനാണെന്ന് വെച്ചാൽ ആംഗുലർ മൊമെന്റത്തിന്റെ MVnRn എന്നുള്ള എക്സ്പ്രഷൻ ഒരുമിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാകുമ്പോൾ MVnRn ഈക്വൽ ടു E²/4πε0 എന്ന് കിട്ടുന്നതാണ്. വെലോസിറ്റി ഓഫ് ദി nth ഓർബിറ്റ് ഇലക്ട്രോൺ എടുക്കുമ്പോഴേക്കും Vന്റെ എക്സ്പ്രഷൻ കിട്ടുക E²/4πε0 ഇൻറ്റു 1/MVnRn എന്നാണ്. ഇനി നമ്മുടെ ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. MVnRn ഇക്വേഷൻ 1 പ്രകാരം nh/2π ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അന്നേരം നമ്മുടെ എക്സ്പ്രഷനില് Vn ഈക്വൽ ടു E²/4πε0 ഇൻറ്റു 1/nh/2π എന്നായിരിക്കും. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കിട്ടുക Vn ഈക്വൽ ടു 1/n ഇൻറ്റു E²/4πε0 ഇൻറ്റു 1/h/2π എന്നായിരിക്കും. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി C/C കൊണ്ട് RHSൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. C/C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിന് വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ലല്ലോ. അപ്പോ ബ്രാക്കറ്റിന് പുറത്ത് C/n എന്നാകും, അകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1/4πε0 E² ഡിവൈഡഡ് ബൈ h/2π ഇൻറ്റു C എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഉള്ളിലുള്ള അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിനെ പറയുന്ന പേരാണ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ് ഇലക്ട്രോൺ Vn ഈക്വൽ ടു C/n ഇൻറ്റു ആൽഫ എന്ന് കിട്ടുന്നതാണ്. വേർ ദ കോൺസ്റ്റന്റ് ആൽഫ ഈസ് കോൾഡ് ദി ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. ആൽഫ എന്ന ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മിയർ നമ്പർ ആയിരിക്കും കിട്ടുക. വാല്യൂസ് ഏതെല്ലാമാണ് കൊടുക്കേണ്ടതെന്ന് അറിയാം. ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻⁻19 കൂളമാണ്. C ക്യാപിറ്റൽ കൊടുക്കണം. ഇലക്ട്രോണിന്റെ ചാർജ് കൊടുക്കുമ്പോൾ കൂളോമിന്റെ സിമ്പിൾ ക്യാപിറ്റൽ C ആണ്. H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.6 × 10⁻34 ജൂൾ സെക്കൻഡ്. C വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാകുമ്പോൾ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? 1/4πε0 എന്നുള്ളതിന് പകരം 9 × 10⁻9 കൊടുത്തു. പിന്നെ നേരത്തെ സൂചിപ്പിച്ച വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ആൽഫയുടെ വാല്യൂ 1/137 എന്നുള്ളതാണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ് ഇലക്ട്രോൺ Vn ഈക്വൽ ടു C/n ഇൻറ്റു ആൽഫ. അത് കിട്ടുന്നത് Vn ഈക്വൽ ടു C/n ഇൻറ്റു 137. ഓക്കെ, ഫസ്റ്റ് ഓർബിറ്റ് ഹൈഡ്രജന്റെ കേസിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈക്വൽ ടു 1 ആണ്. സോ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം ഈസ് ഗിവൺ ബൈ V1 ഈക്വൽ ടു C/137 എന്നായിരിക്കും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. MVrn ഈക്വൽ ടു nh/2π എന്നുള്ളതായിരുന്നു ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ. അതിൽ നിന്നും റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഇലക്ട്രോൺ Rn ഈക്വൽ ടു nh/2π MVn എന്ന് കൊടുക്കാവുന്നതാണ്. ഈ ഇക്വേഷൻ റേഡിയസിനുള്ള വാല്യൂ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഇലക്ട്രോൺ നമുക്ക് കിട്ടുന്നതാണ്. വാല്യൂസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് നോക്കിക്കൊള്ളണം. കാൽക്കുലേറ്ററിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മാത്രമേ ഉള്ളൂ വേരി ചെയ്തു വരുന്നത്. ബാക്കി എല്ലാ വാല്യൂസും കോൺസ്റ്റന്റ്സ് ആണ്. ε0യുടെ വാല്യൂ അറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ അറിയാം, ഇലക്ട്രോണിക് ചാർജ് അറിയാം, അങ്ങനെ എല്ലാ വാല്യൂസും അറിയാം. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ആങ്സ്ട്രം A സൂപ്പർസ്ക്രിപ്റ്റ് 0 എന്ന് വേണം എഴുതാൻ. 10⁻⁻10 മീറ്ററില് റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഇലക്ട്രോൺ കിട്ടുന്നത് Rn ഈക്വൽ ടു 0.529 n² ആങ്സ്ട്രം എന്നായിരിക്കും. 0.53 ആങ്സ്ട്രം എന്ന് n ഈക്വൽ ടു 1 ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാകുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആവുമ്പോൾ 0.53 ആങ്സ്ട്രം എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്നതാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂസ് n ഈക്വൽ ടു 1, 2, 3 എന്ന് കൊടുക്കുമ്പോഴേക്കും
ratio of radii R1:R2:R3 equal to 1:4:9 എന്ന് കിട്ടുന്നതായിരിക്കും. n സ്ക്വയർ ആണല്ലോ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്സ് ആണ്. അതുകൊണ്ട് n സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുമ്പോൾ 1:4:9 എന്നായിരിക്കും കിട്ടുക. ഇന്നർമോസ്റ്റ് ഓർബിറ്റിന്റെ കേസിലാണെങ്കിൽ n = 1 ആണ്. അങ്ങനെയാകുമ്പോ ബോർ റേഡിയസ്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസല്ലേ പറയുന്നത്, അതുകൊണ്ട് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ഇന്നർമോസ്റ്റ് ഇലക്ട്രോൺ. അതിന്റെ റേഡിയസിന്റെ വാല്യൂ R1 = ε0h²πm(e²) ആയിരിക്കും. ε0ന്റെ വാല്യൂ 8.85 × 10⁻12 കൊടുക്കണം. hന്റെ വാല്യൂ 6.6 × 10⁻34 കൊടുക്കണം. mന്റെ വാല്യൂ മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 കൊടുക്കണം. പൈ 3.14, e 1.6 × 10⁻19 അതിന്റെ സ്ക്വയർ കൊടുക്കണം. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.539 ആങ്സ്ട്രം എന്നുള്ളത്. ഇവിടെയും ശ്രദ്ധിക്കുക, ആങ്സ്ട്രം എന്നുള്ളത് എയുടെ മുകളിൽ തൊപ്പിയിട്ട പോലെ വേണം എഴുതാൻ. എയുടെ മുകളിൽ 0 എഴുതണം. ഇതിപ്പോ A ഡിഗ്രി എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്, അത് തെറ്റാണ്. A സൂപ്പർസ്ക്രിപ്റ്റ് 0 എന്നുള്ളതാണ് ആങ്സ്ട്രത്തിന്റെ സിമ്പൽ. ബോർ റേഡിയസും ബോർ വെലോസിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബോർ ആറ്റം മോഡൽ ഹൈഡ്രജൻ ആറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ റേഡിയസും അതുപോലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വെലോസിറ്റിയുമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ n = 1, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 1 എന്നുള്ളതാണ് എടുക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ ആണ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. സ്റ്റേഷനറി സർക്കുലർ ഓർബിറ്റ് എന്നുള്ള കണ്ടീഷൻ പറയുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r = കൂളംബ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആൻഡ് ദി നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ എന്ന് പറയാവുന്നതാണ്. mv²/r = 1/4πε0e²/r². അതിൽ നിന്നും വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കാം. വെലോസിറ്റിയുടെ എക്സ്പ്രഷനും കിട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ½ കൊടുത്തിട്ട് കിട്ടുക k = e²/8πε0r എന്നായിരിക്കും. ഇപ്പൊ കൈനറ്റിക് എനർജി k അല്ലെങ്കിൽ E ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി -2k അല്ലെങ്കിൽ -2e ആയിരിക്കും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ E - 2e = -e ആയിരിക്കും, അല്ലെങ്കിൽ k - 2k = -k ആയിരിക്കും. ഓക്കെ, കൈനറ്റിക് എനർജിയുടെ വാല്യൂ വരുന്നത് e²/8πε0 എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ -2 × കൈനറ്റിക് എനർജി, അത് കിട്ടുക -e²/4πε0 എന്നാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയെടുക്കുമ്പോൾ ടോട്ടൽ എനർജി കിട്ടുന്നത് -e²/8πε0r എന്നാണ്. ഓക്കെ, അപ്പം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി ആണ് കിട്ടുന്നത്. ആ നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് എന്നുള്ളതാണ്. റിവോൾവിംഗ് ഇലക്ട്രോൺ ഹാസ് കൈനറ്റിക് എനർജി k ആൻഡ് അട്രാക്ഷൻ ടുവേഴ്സ് ദി ന്യൂക്ലിയസ് പ്രൊവൈഡ്സ് ദി പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ ഇനി നമുക്ക് റേഡിയസിന്റെ വാല്യൂം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടുന്നതായിരിക്കും En = -me⁻⁴ ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്സ് ആണ് വരുന്നത്. വാല്യൂസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ nth ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടുക -2.18 × 10⁻18 n² ജൂൾ എന്നാണ്. ജൂളിലുള്ള എനർജിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 1.6 × 10⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെ? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻19 ജൂൾ ആണല്ലോ. അതുകൊണ്ട് ജൂളിലുള്ള എനർജിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് En = -13.6 / n² ഇലക്ട്രോൺ വോൾട്ട് EV എന്നായിരിക്കും. ക്ലിയർ? ഇനി നമുക്ക്
എനർജിയുടെ റേഷ്യോ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ കണ്ടുപിടിക്കാം. n = 1, 2, 3 വാല്യൂസിനുള്ളത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. En = -13.6 divided by n square electron volt. നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോൺ ഈസ് ബൗണ്ട് ടു ദി ന്യൂക്ലിയസ് എന്നുള്ളതാണ്. ഇന്നർമോസ്റ്റ് ഓർബിറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം n = 1 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ E1ന്റെ വാല്യൂ -13.6 ഇലക്ട്രോൺ വോൾട്ട്. അതായിരിക്കും ലോവസ്റ്റ് എനർജി. ആ ലോവസ്റ്റ് എനർജി വാല്യൂവിനെ പറയുന്ന പേരാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്നുള്ളത്. ഇനി E1 E2 E3 എടുക്കാം. അത് 1:1/4 1/9 ആയിരിക്കും. കാരണം എന്താണ് വരുന്നത്? 1/n² പ്രൊപ്പോർഷണൽ അല്ലേ എനർജി എന്നുള്ളത്. എനർജിയുടെ എക്സ്പ്രഷൻ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റിന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ En = -m²c² α² divided by 2n² എന്നായിരിക്കും. ഇവിടെയും എമ്മിന്റെയും സിയുടെയും ആൽഫയുടെയും അതുപോലെ 2 ആ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടുക -13.6 divided by n² ഇലക്ട്രോൺ വോൾട്ട് എന്ന് തന്നെയാണ്. അൺബൗണ്ട് അല്ലെങ്കിൽ അയണൈസ്ഡ് ആറ്റത്തിന്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. n = 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വാല്യൂ -3.4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. n = 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വാല്യൂ -1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. n = 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി വാല്യൂ -0.85 ഇലക്ട്രോൺ വോൾട്ട് ആണ്. n = 5 -0.54 ഇലക്ട്രോൺ വോൾട്ട് ആണ്. n = 6 -0.38 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇതെല്ലാം തിയററ്റിക്കൽ വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മള് ലോവസ്റ്റ് എനർജിയുടെ കാര്യം പറഞ്ഞു. ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അതിന്റെ വാല്യൂ -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. +13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി ആയിരിക്കും ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ വേണ്ടി വരുന്നതായ എനർജി. ഈ എനർജിയെ പറയുന്ന പേരാണ് അയണൈസേഷൻ എനർജി. ഓക്കെ, an energy of +13.6 electron volt is required to free an electron from the hydrogen atom. This energy is called the ionization energy. Energy level diagram നോക്കിക്കോളുക. n = 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. n = 2, 3, 4 ഇവ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. n = 2, 3, 4 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എനർജി വാല്യൂസ് കിട്ടുന്നതായിരിക്കും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് എല്ലാം അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോ അവ സ്റ്റേബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തും. When an electron makes a transition from an excited state to another or to the ground state, it emits energy photon corresponding to the energy gap between the two levels. ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തുമ്പോൾ ആ രണ്ട് എനർജി ലെവലുകളുടെ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഉള്ള ഒരു ഫോട്ടോൺ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇറ്റ് എമിറ്റ്സ് ആൻ എനർജി ഫോട്ടോൺ കറസ്പോണ്ടിങ് ടു ദ എനർജി ഗ്യാപ് ബിറ്റ്വീൻ ദി ടു ലെവൽസ്. ക്ലിയർ? അപ്പൊ ഇതും നമുക്ക് പിക്ചോറിയൽ ആയിട്ട് കാണാം. n = ഇൻഫിനിറ്റി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി 0 ആയിരിക്കും. അതെന്തുകൊണ്ടാ? En = -13.6 divided by n² eV എന്നുള്ളതല്ലേ. അപ്പൊ 1/∞ വരുമ്പോ അതിന്റെ വാല്യൂ എടുക്കുക 0 എന്നാണ്. ഓക്കെ, ഇനി n = ഇൻഫിനിറ്റി മുതൽ n = 2 വരെയുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂസിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റ് n = 1 ട്രാൻസിഷൻ നടക്കുമ്പോൾ എത്രത്തോളം എനർജി ആയിരിക്കും ഇൻസിഡന്റ് ഫോട്ടോണിന് ഉണ്ടാവുക? അത് ഇലക്ട്രോൺ വോൾട്ടില് ചാർട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
n equal to infinity to n equal to 1 എന്നാണെങ്കിൽ 0 minus 13.6 equal to 13.6 electron volt of energy ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് നമ്മളെ ഇലക്ട്രോണിനെ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എനർജി, അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, n equal to 2 ൽ നിന്നും n equal to 1 ട്രാൻസിഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ -3.4 മൈനസ് 13.6 ഈക്വൽ ടു 10.2 ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി ആയിരിക്കും ഇൻസിഡന്റ് ഫോട്ടോണിന് ഉണ്ടാവുക. അതുപോലെ n equal to 3 to n equal to 1 ആണെങ്കിൽ -1.51 മൈനസ് ഓഫ് -13.6 ഈക്വൽ ടു 12.09 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെ ഉള്ള വാല്യൂസ് ആയിരിക്കും എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോണിന് ഉണ്ടാവുക. ഇതൊക്കെ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ En equal to -13.6 by n square ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, അയണൈസേഷൻ എനർജി 13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കുമെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ട്രാൻസിഷൻ n equal to 2 to n equal to 1, n equal to 3 to n equal to 1, n equal to 4 to n equal to 1 അവയെല്ലാം ഇവിടെ ടേബിളിൽ ഒരിക്കൽ കൂടി കാണിച്ചിരിക്കുന്നു, ശ്രദ്ധിക്കുക. ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ലൈൻ സ്പെക്ട്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓൾ ട്രാൻസിഷൻ ടു എ പർട്ടിക്കുലർ എനർജി ലെവൽ gives rise to an emission spectral series. അപ്പം ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോണിന്റെ ട്രാൻസിഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രൽ സീരീസിനെ പറയുന്ന പേരാണ് ലൈൻ സ്പെക്ട്ര എന്നുള്ളത്. ലേമൻ സീരീസ്, ബാമർ സീരീസ്, ഫാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ് ഇവയാണ് ഇമ്പോർട്ടന്റ് സ്പെക്ട്രൽ സീരീസ്. ഇത് ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ വരുന്നില്ല, എന്നാലും പേരുകൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഡി ബ്രോളീസ് എക്സ്പ്ലനേഷൻ ഓഫ് ബോസ് പോസ്റ്റ്ലേറ്റ് ഓഫ് ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷൻ ആണ് ഇനി കാണാനുള്ളത്. അക്കോർഡിംഗ് ടു ഡി ബ്രോളി, എ മാറ്റർ വേവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എവറി മെറ്റീരിയൽ പാർട്ടിക്കിൾ ആൻഡ് ദി മൊമെന്റം ഓഫ് ദി ഫോട്ടോൺ ഈസ് ഗിവൺ ബൈ ലാംഡ ഈക്വൽ ടു h by p or h by mv, where m is the mass of the photon and v is the velocity of the photon. For light or electromagnetic wave, the velocity v equal to c. For other particles, we say p equal to mv, where v is the velocity of the particle. Okay, let us mark it as equation number 1. Lambda equal to h by p, de Broglie wavelength. Okay, ഇവിടെ ഒരു സ്റ്റാൻഡിംഗ് വേവ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള സ്റ്റേഷനറി ഓർബിറ്റിൽ സ്റ്റാൻഡിംഗ് വേവ്സ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലർ സ്റ്റേഷനറി ഓർബിറ്റ് ആയിരിക്കുമ്പോൾ അതിന്റെ സർക്കംഫറൻസ് 2πrn ആയിരിക്കുമല്ലോ. nth ഓർബിറ്റിനെ സംബന്ധിച്ചിടത്തോളം റേഡിയസ് rn എന്ന് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ rnന് കറസ്പോണ്ടിങ് ആയിട്ട് n ലാംഡ വാല്യൂസ് ഉണ്ടായിരിക്കും എന്നാണ് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോ ഇവിടെ എത്ര ലാംഡ ഉണ്ട്? 4 ലാംഡ വാല്യൂസ് ആണ് ഉള്ളത്. n ഈക്വൽ ടു ലാംഡ ഇൻ ദിസ് പിക്ചർ. ഓക്കെ, ഇനി ഡി ബ്രോളിയുടെ കൺസെപ്റ്റ് പ്രകാരം 2πrn ഈക്വൽ ടു nh/2π ആയിരിക്കും. ഓക്കെ, ലാംഡയുടെ വാല്യൂ കൊടുക്കുമ്പോഴേക്കും h/p ഈക്വൽ ടു h/mvn. ഓക്കെ, ആംഗുലർ മൊമെന്റം mvrn വേണ്ടിയിട്ട് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ mvrn ഈക്വൽ ടു nh/2π എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അതായത് ഡി ബ്രോളിയുടെ ഹൈപ്പോത്തസിസിൽ നിന്നും ബോറിന്റെ ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ബോറിന്റെ ആംഗുലർ മൊമെന്റം ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്നുള്ളത് mvrn ഈക്വൽ ടു nh/2π ആണ്. ക്ലിയർ? ആറ്റംസ് എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഈ ക്ലാസ് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.
നന്ദി, നമസ്കാരം.